ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. അപ്പോൾ ഈ ദിനത്തിൽ നമ്മുടെ പട്ടാമ്പി SI ജയകുമാർ സാറ് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സാറ് നമ്മളോട് പറഞ്ഞു തരും. ഇതൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യട്ടെ എല്ലാവരും, അല്ലേ സാറേ? നമുക്ക് ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു ഇൻഫർമേഷൻ എന്താണ്? ആളുകൾക്ക് കൊടുക്കാനുള്ളൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ പങ്കാളികളാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലഹരിക്ക് ഒരു ബോധവൽക്കരണം തന്നെ ഇതിനകത്ത് എന്തായാലും ബോധവൽക്കരണത്തിലൂടെ മാത്രമേ നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ കഴിയത്തുള്ളൂ. ബോധവൽക്കരണം വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പം നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പാഠ്യേതര വിഷയങ്ങളിൽ തന്നെ ഈ ലഹരിക്കെതിരെയുള്ള ഒരു സബ്ജക്ട് തന്നെ ഉൾപ്പെടുത്തി സയൻസിലും എല്ലാ ഭാഗങ്ങളിലും എന്തൊക്കെ ലഹരി എന്താണെന്ന് അവർ ഓരോ ലഹരിയും അതിന്റെ ഗുണവും ദോഷവും ആ ദോഷവശങ്ങൾ വളരെ യാഥാർത്ഥ്യമാക്കുകയും വളരെ ഗുരുതരമായ ശിക്ഷകൾ ഇതിനകത്ത് ഏർപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഈ ലോകത്തുനിന്നും മയക്കുമരുന്ന്, കാരണം ഗൾഫ് പോലുള്ള രാജ്യങ്ങൾ നമ്മൾ ഇതുപോലെ ശിക്ഷ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പല രാജ്യങ്ങളിലും ഇന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അവിടെ മയക്കുമരുന്ന് പോലെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അത്രമാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത്. നിയമത്തിലും മാറ്റം വരുത്തണം, അതിനൊരു ബോധവൽക്കരണം, ഇത് രണ്ടും കൂടെ ഉണ്ട്. ഒരേ സമയത്ത് ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ മയക്കുമരുന്ന് എന്ന ഈ മാരകമായ ഇതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. പിന്നെ ഇപ്പോഴത്തെ ഉള്ള മയക്കുമരുന്ന് ഭയങ്കര വ്യാപകമായിട്ടുള്ള ഭയങ്കര മാരകമായിട്ടുള്ള ഒരു വിപത്താണ്, അല്ലേ? സ്വന്തം കുടുംബത്തെ മാതാപാര്, പിതാപാര്, ജ്യേഷ്ഠനാര്, അനുജനാര്, പെങ്ങളാരെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലുള്ള ലഹരികളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന, വളരെ ഭയാനകമായിട്ടുള്ള ലഹരികളാണ്, അല്ലേ? അതെ. ഇപ്പൊ ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള രാസലഹരി പോലുള്ളത് അത് കണ്ടെത്താൻ തന്നെ പിടിക്കാൻ തന്നെ നമുക്ക് അത്രമാത്രം വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെയാണ്. വളരെ ചെറിയ മൈന്യൂട്ടായ സാധനങ്ങൾ അവർ ഉപയോഗിക്കുന്ന ഏത് രീതിയിലും കണ്ടെത്താൻ പറ്റത്തില്ല. അവർ കുറെ നാൾ പോലും അവരുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങളിലൂടെ മാത്രമേ നമുക്കത് പഠിക്കാൻ കഴിയുള്ളൂ. ആരും പറയാൻ മടിക്കുകയാണ് എല്ലാവരും. ഈ പറയാൻ മടിക്കുന്ന കാരണം ഹോസ്പിറ്റൽ നമ്മൾ പല നിയമങ്ങളും ഇതുകൊണ്ട് ലഹരി ഇൻഫർമേഷൻ കൊടുക്കുന്നവർക്ക് പാരിതോഷികങ്ങളും അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമം, അവർക്ക് സംരക്ഷണം കിട്ടുന്നൊരു നിയമം തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് നമുക്ക് ലഹരിയെ ഈ സമൂഹത്തിൽ നിന്ന് തളയ്ക്കാൻ കഴിയുള്ളൂ. പിന്നെ സാറേ, എനിക്ക് ചോദിക്കാളേ, ഇവിടെ പട്ടാമ്പി പരിധിയിൽ ലഹരി കുറവാണോ, ഉപയോഗം കൂടുതലാണോ? അല്ല, പട്ടാമ്പി എന്നല്ല, കേരളത്തിൽ മൊത്തം പൊതുസമൂഹത്തിൽ ആകെ ലഹരി ഈ എല്ലാ മീഡിയ, കാരണം ഇവരിത് സിനിമകളിലൂടെയും ഇവർക്ക് കുട്ടികളിൽ ഒരു പരിധി വരെ സിനിമ പോലുള്ള മീഡിയസൊക്കെ എഗെയിൻസ്റ്റ് അല്ല, അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. റാമ്പ് പാട്ടുകൾ, മറ്റുള്ള പുതിയ ഗാനങ്ങൾ, അല്ലെങ്കിൽ പോപ്പ് സംഗീതങ്ങൾ, മറ്റുള്ള ആർക്കും സോഷ്യൽ മീഡിയ എവിടെയും നോക്കാം എന്നുള്ള ഇത് വന്നതോടുകൂടി ഈ മയക്കുമരുന്നിന്റെ ഉപയോഗവും വളരെ, അതും ഓൺലൈൻ വഴി വരുത്തുന്ന രീതി വരെ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. കേസുകൾ വഴി, കൊറിയർ വഴിയും പാർസൽ വഴിയും വീട്ടിലിരുന്ന് പോലും ഓൺലൈൻ വഴി ആൾക്കാർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോഴും എങ്ങനെയായാലും പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഈ എല്ലാ സ്കൂളുകളിലും ഇതിലും ലഹരിക്ക് എതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ടീമുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പല പള്ളികളിലും മദ്രസകളിലും ഒക്കെ നമുക്ക് ഇതുപോലെ ക്ലാസ്സുകളൊക്കെ കൊടുത്തിട്ട് അവരെയൊക്കെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പൊതുവേദികളിലും വായനശാലകൾ, പഴയ നമ്മുടെ നാട്ടിലുള്ള ക്ലബ്ബുകൾ, ഇവരെല്ലാവരും നമുക്ക് അനുകൂലമായിട്ട് വന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിനെ തുരത്തണം എന്ന് പറഞ്ഞ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് പൊതുസമൂഹത്തിൽ നിന്ന് ഇതിനെ തുരത്താൻ കഴിയുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ പട്ടാമ്പി SI സാറ് ജയകുമാർ സാറിന്റെ പ്രസക്തമായ വാക്കുകളൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.